മിശിഹായിൽ സ്നേഹമുള്ളവരെ, ലൂക്ക 21 അധ്യായം 12 മുതൽ 19 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അവർ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു. ഈ ഭയാനകമായ മുന്നറിയിപ്പുകൾക്കിടയിൽ ഈശോ അഗാധമായ ഉറപ്പുകളും വാഗ്ദാനവും നൽകുന്നു. ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവർ മിശിഹായുടെ അനുയായികളായതുകൊണ്ടാണ്. നമ്മുടെ പരീക്ഷണങ്ങളും കഷ്ടതകളും വിശ്വാസത്തിൻ്റെ ശക്തമായ സാക്ഷ്യങ്ങളായി മാറും. നമ്മുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷത്തിൻ്റെ ശക്തിയുടെയും സത്യത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളായി നാം മാറുമ്പോൾ. ഈ പീഡന സമയങ്ങളിൽ ഈശോ നൽകുന്ന വാഗ്ദാനം ഇതാണ്: നിങ്ങളുടെ എതിരാളികൾക്കൊന്നും എതിർക്കുവാനോ കഴിയാത്ത വാക്കുകളും വിവേകവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഈ ദൈവിക സഹായം ആശ്വാസത്തിൻ്റെ ആഴമായ ഉറവിടമാണ്. നമ്മൾ ഒരിക്കലും തനിച്ചല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷണത്തിൻ്റെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നയിക്കും. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആവശ്യമായ ജ്ഞാനം പ്രദാനം ചെയ്യും. ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ആദിമ ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനം നേരിട്ട എല്ലാവരുടെയും ധൈര്യത്തിൽ നിന്ന് നമുക്ക് പ്രചോദിതരാകാം. നമ്മുടെ സഹിഷ്ണുത സുവിശേഷത്തിൻ്റെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും മിശിഹായോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.